നമസ്കാരം. ഗാസയിൽ തടവിലാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേലി ധനമന്ത്രി ബെസേൽ സ്മോട്രിച്ച് ഇന്നലെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കളുടെ തിരിച്ചുവരവ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടെ കടുത്ത വിമർശനം ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും അത് നോവായി മാറുന്നു. സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും അവിടെ അകപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലായിരുന്നു എന്നുള്ള സ്ഥിരം വിമർശനം തന്നെ ഇതിന്റെ പിന്നാലെ വരുന്നുമുണ്ട്. ഇന്ന് രാവിലെ കുടുംബങ്ങൾക്ക് നാണക്കേട് ഒഴികെ മറ്റൊരു വാക്കുകളും പറയാനില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഹോസ്റ്റേജ് ഫാമിലീസ് ഫോറം ഒരു പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകളാണിത്. ഇസ്രായേൽ സർക്കാർ ബന്ദികളെ വിട്ടുകൊടുക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചുവെന്ന് സ്മോട്രിച്ച് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. സ്മോട്രിച്ച് തടവിലായിരുന്ന നിങ്ങളുടെ സഹോദരന്മാർക്ക് മുന്നിൽ നിങ്ങൾ എങ്ങനെ ഹൃദയം അടച്ചു വെക്കുന്നു? അവരെ രക്ഷിക്കാതിരിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയെന്ന് ചരിത്രം ഓർക്കും. പ്രസ്താവനയിൽ പറയുന്ന വാക്കുകളാണ് ഇവ. ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ 59 തടവുകാർ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം. അതിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. ഇതിന് വിപരീതമായി 9500-ലധികം ഫലസ്തീനികൾ ഇസ്രായേലി കഠിനമായ സാഹചര്യങ്ങളിൽ തടവിൽ കഴിയുന്നു. അവരിൽ പലരും പീഡിപ്പിക്കപ്പെടുകയും പട്ടിണി കിടക്കുകയും വൈദ്യശാസ്ത്രപരമായ അവഗണനയ്ക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ടെന്ന് ഫലസ്തീൻ ഇസ്രായേലി അവകാശ സംഘടനകൾ പറയുന്നു. ഗാസയിൽ നിന്ന് തടവിലാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരണമെന്നും എൻക്ലേവിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏകദേശം 1,40,000 ഇസ്രായേലികൾ നിവേദനങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ തന്നെ ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണത്തിൽ 51,200-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്. 2024 നവംബറിൽ ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന് മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എൻക്ലേവിനെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു വംശഹത്യ കേസും നേരിടുന്നു. ഗസയിൽ തന്നെ വെടിനിർത്തൽ കരാർ തടയാൻ വ്യാജ തുരങ്കത്തിന്റെ ചിത്രം നിർമ്മിച്ചെന്ന് സംബന്ധിച്ച് ഇസ്രായേൽ മുൻ യുദ്ധമന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഈജിപ്തും ഗസയും അതിർത്തി പങ്കുവയ്ക്കുന്ന ഫിലാഡൽഫിയുടെ നാഴികയിൽ വലിയ തുരങ്കമുണ്ടെന്നും ഇസ്രായേലിന് വലിയ ഭീഷണിയുണ്ടെന്നും 2024 ഓഗസ്റ്റ് 4-ന് ഇസ്രായേലി സൈന്യം പുറന്നിരുന്നു. അതുപോലെ തന്നെ 3 മീറ്റർ ഉയരമുള്ള ഈ തുരങ്കത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമെന്നും അവർ അവകാശപ്പെടുന്നു. ഇത് പറഞ്ഞാണ് വെടിനിർത്തൽ കരാറിന് തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയതെന്ന് പറയുന്നുണ്ട്. ഈ തുരങ്കം വ്യാജമാണെന്ന് യുദ്ധമന്ത്രിയായിരുന്ന യോവ് ഗാലന്റ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നും പറയുന്നു. അങ്ങനെയൊരു തുരങ്കമേ ഇല്ല എന്ന് യോവ് ഗാലന്റ് സമ്മതിച്ചു. 1 മീറ്റർ മാത്രം ആഴമുള്ള കിടങ്ങായിരുന്നു അതിനെക്കുറിച്ച് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നൽകിയ അഭിമുഖത്തിൽ യോവ് ഗാലന്റ് പറഞ്ഞതും ഇങ്ങനെയാണ്. ചിത്രത്തിൽ കാണുന്ന തുരങ്കം യഥാർത്ഥത്തിൽ ഒരു ഡ്രൈനേജ് കനാലാണെന്നും അവിടെ ഒരു സൈനിക വാഹനം ഇട്ടാണ് ഫോട്ടോ എടുത്തതെന്നും ഫിലാഡൽഫിയുടെ നാടിയിൽ തുരങ്കങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് വെടിനിർത്തൽ ഒഴിവാക്കിയതുമായിരുന്നു യോവ് ഗാലന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഇവർ സൃഷ്ടിക്കുകയാണെന്നും ഇത്തരത്തിൽ പലപ്പോഴും കണ്ണിൽ പൊടിവാരിയിടുകയാണ് ഇവിടെ ഇസ്രായേൽ ചെയ്യുന്നതെന്നും ഫലസ്തീനുകാരെ ഇപ്പോൾ എതിരെ തിരിക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകളെ ഇങ്ങനെ മണ്ടന്മാരാക്കുകയാണ് ഇവർ പ്രത്യേകമായി ചെയ്യുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായി.